ഇന്നത്തെ നമ്മുടെ യാത്ര പുലി ബ്രൂവറി കാണുവാനാണ്. അപ്പോൾ പുലി ടൗണിലൂടെ നമ്മൾ ബ്രൂവറിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകപ്രശസ്തമായ ഷവോഷിംഗ് വൈൻ നിർമ്മാണശാലയായ തായ്വാനിലെ പുലി ബ്രൂവറിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. തായ്വാനിലെ നാൻഡോവ് കൗണ്ടിയിലാണ് പുലി ബ്രൂവറി സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഇരിപ്പിടം പോലും ഒരുക്കിയിരിക്കുന്നത് വൈൻ ബോട്ടിലിൻ്റെ രൂപത്തിലാണ്. ഷവോഷിംഗ് വൈൻ എന്ന ലോകപ്രശസ്തമായ തായ്വാൻ നിർമ്മിത വൈൻ ആണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഷവോഷിംഗ് വൈൻ അതിൻ്റെ ഹൈ ക്വാളിറ്റിയുടെ പേരിലാണ് ലോകത്തിൻ്റെ പ്രശസ്തി നേടിയെടുക്കുന്നത്. പുലി ബ്രൂവറിയിൽ ഷവോഷിംഗ് വൈൻ കൾച്ചറിനൊപ്പം വൈനറിയുടെ ഹിസ്റ്ററിയും പ്രദർശിപ്പിക്കുന്നുണ്ട്. നിരവധി വൈൻ കൂജകൾ കൊണ്ട് മനോഹരവും വ്യത്യസ്തവുമായ രീതിയിലാണ് പുലി ബ്രൂവറിയുടെ മുൻവശം ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്രൂവറിയുടെ എൻട്രൻസ്. അപ്പോൾ ഇതുവഴി നമുക്ക് ബ്രൂവറി ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇത് ഈ ഒരു ബോട്ടിൽ 16 വർഷമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ വില കാരണം ഇത് 16 വർഷമായിട്ട് 16 ലിറ്ററിൻ്റെ ബോട്ടിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില തന്നെയാണ്. 4,60,000 NTD, 12 ലക്ഷത്തിന് മേളിലാണ് ഈ ഒരു 16 ലിറ്റർ ബോട്ടിലിൻ്റെ വില എന്ന് പറയുന്നത്. അത് 52% ആൽക്കഹോളുമാണ്. കുഞ്ഞൻ ബോട്ടിലുകളുമുണ്ട്. 49,000 രൂപയ്ക്കും 46,000 രൂപയ്ക്കുമൊക്കെ 1.5 ലിറ്റർ കൊള്ളുന്ന ചെറിയ ചെറിയ ബോട്ടിലുകളുമുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നിരവധി ബോട്ടിലുകളാണ് ഇവിടെ തലങ്ങും വിലങ്ങും സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 24 വർഷം മുന്നേ കുപ്പിയിലാക്കിയ മുതലാണിത്. എന്ന് വെച്ചാൽ 2001 അല്ലെങ്കിൽ 2000 കുപ്പിയിലാക്കിയതാണ് ഈ ഒരു വൈൻ. ഇതിൻ്റെ വില 8 ലക്ഷം തായ്വാൻ ഡോളർ. അതായത് നമ്മുടെ നാട്ടിലെ ഒരു 20 ലക്ഷം രൂപ വരും. ഏതാണ്ട് 50-ലധികം രാജ്യങ്ങളിലേക്ക് ഇവരുടെ വൈൻ ഇപ്പോൾ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലോട്ടും ഷവോഷിംഗ് വൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു വേൾഡ് മാപ്പ് വെച്ചിട്ടുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇവർ കൂടുതലായിട്ടും ഈ വൈൻ എക്സ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു ബോർഡാണിത്. അപ്പോൾ ഇതേ തായ്വാൻ, ഈ കാണുന്നതാണ് തായ്വാൻ. ഇവിടെയാണ് ഈ ഒരു വൈൻ്റെ ഒറിജിൻ. നമ്മുടെ ഇന്ത്യയിലോട്ടും ഈ ഒരു വൈൻ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വൈൻ കൂജകൾക്ക് മുകളിലായി തടി കൊണ്ടാണ് ഇവിടെ ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ വ്യത്യസ്ത ആകൃതിയിലും വിവിധ തരത്തിലുമുള്ള കൂജകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 1956 ഷവോഷിംഗ് വൈനറി തായ്വാനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നു മുതൽ വിവിധ കാലഘട്ടങ്ങളിലായി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള കൂജകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ലോകത്തിലെ 50-ലധികം രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്നും ശുദ്ധമായ വൈൻ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന പാത്രങ്ങളിലാണ് വൈൻ നിറച്ച് 10-20 അതിലധികമോ വർഷങ്ങളിലായിട്ട് സൂക്ഷിക്കുന്നത്. കാലപ്പഴക്കം കൂടുന്തോറുമാണ് വൈൻ്റെ സ്വാദും വീര്യവും മൂല്യവും ഡിമാൻഡുമൊക്കെ കൂടുന്നത്. മുൻപ് നമ്മൾ കണ്ട വൈനിൻ്റെ വില തന്നെ നിർണ്ണയിച്ചിരിക്കുന്നത് പ്രധാനമായും അതിൻ്റെ കാലപ്പഴക്കത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്തായാലും ഷവോഷിംഗ് വൈൻ്റെ ക്വാളിറ്റിയുടെ പ്രധാന കാരണം അവ നിറച്ചു വച്ചിരിക്കുന്ന കൂജകളുടെ ക്വാളിറ്റി കൂടിയാണ്. ഇത്തരം ഹൈ ക്വാളിറ്റി കൂജകളിൽ വർഷങ്ങളോളം ഇരിക്കുന്നത് കൊണ്ടാണ് ഷവോഷിംഗ് വൈൻ ലോകമെമ്പാടുമുള്ളവരുടെ പ്രിയപ്പെട്ട വൈനായി മാറുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ വൈൻ സ്റ്റോറേജ് റൂമാണ്. ഇത് കണ്ടിട്ട് നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല. ആയിരക്കണക്കിന് വൈൻ കൂജകളാണ് ഇവിടെ തട്ടുകളായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത്. ഒന്നിനു മുകളിൽ ഒന്നായി പല ലെയറുകളായിട്ടാണ് നമ്മൾ ഈ കാണുന്നത് പോലെ വൈൻ കൂജകൾ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ആയിരക്കണക്കിനല്ല 10,000 ലിറ്റർ വൈനാണ് ഇവിടെ തന്നെ സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. കണ്ണത്താ ദൂരത്ത് പല തട്ടുകളിലായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇരുവശങ്ങളിലും കൂജകളിൽ നിറച്ചിരിക്കുന്നത് 10-20 കൊല്ലം മുന്നേ നിറച്ചു വച്ചിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ സാധനമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 24 കൊല്ലമൊക്കെ ആയതുകൊണ്ട് തന്നെ 52% ആൽക്കഹോൾ കണ്ടൻറ്റ്. നമ്മളിപ്പോൾ പോകുന്നതാണ് മദ്യക്കുപ്പികളുടെ നടുക്കൂടെ. മുഴുവൻ വൈൻ 10-20-30 കൊല്ലം മുന്നേ നിറച്ചു വച്ചിരിക്കുന്ന ഗംഭീര വൈനുകളാണ്. ഇത്രയും അധികം വൈൻ കൂജകൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരുമിച്ച് കാണുന്നത് തന്നെ. ഇത് കണ്ടിട്ട് മറ്റൊരു കൗതുകം കൂടി നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. തായ്വാനിൽ അടിക്കടി ഭൂകമ്പം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് രാവിലെ കൂടെ നമുക്ക് ചെറിയ തോതിൽ ഭൂകമ്പം അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ കൂജകൾ ഇങ്ങനെ വെച്ചാൽ ഇത് മറിഞ്ഞു പോവില്ലേ എന്നൊരു കൗതുകവും നമുക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് ഇത് കാണുമ്പോൾ.